ഒരു സ്ഥലത്ത് അസാധാരണമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. മൃഗങ്ങളുടെ എല്ലാം കൂട്ടത്തോടെയുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള മരണങ്ങൾ. അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ ഏലിയൻസ് ആണെന്നാണ് നടൻ കരുതുന്നത്. അപ്പോൾ നായകനും നായകന്റെ കുറച്ച് ഫ്രണ്ട്സും ചേർന്ന് ഇത് കണ്ടുപിടിക്കാനായി അവർ ഇറങ്ങിത്തിരിക്കുകയാണ്. കേൾക്കുമ്പോൾ ഇതൊരു ഹോളിവുഡ് സിനിമയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോറിൻ സിനിമയുടെ കഥയായിട്ട് തോന്നിയേക്കാം. എന്നാൽ നമ്മളുടെ മലയാളത്തിൽ തന്നെ 2013 ഇറങ്ങിയ റെഡ് റെയിൻ സിനിമയെ പറ്റിയാണ് ഞാനീ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭൂതകാലം അല്ലെങ്കിൽ ഭ്രമയുഗം എന്നീ സിനിമയുടെ ഡയറക്ടർ രാഹുൽ സദാശിവന്റെ ആദ്യത്തെ സിനിമയാണ് റെഡ് റെയിൻ. പുള്ളിക്കാരൻ തന്നെ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. 2001 നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിലും ചുവന്ന മഴ അല്ലെങ്കിൽ റെഡ് റെയിൻ എന്ന പ്രതിഭാസം നടന്നിട്ടുണ്ടായിരുന്നു. 2 മാസത്തോളം നീണ്ടു നിന്ന ഈ പ്രതിഭാസത്തെ ഗ്ലോബൽ മീഡിയസിലെല്ലാം ഒരുപാട് റിപ്പോർട്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ പാലക്കാട് ഒരുപാട് കന്നുകാലികളുമെല്ലാം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുള്ള റീസൺ എന്താണെന്നോ അല്ലെങ്കിൽ അതിനെന്താണ് കാരണമെന്നോ ആർക്കും അറിയില്ലായിരുന്നു. അപ്പൊ ഇതിനെല്ലാം ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമയുടെ പ്ലോട്ട് പോകുന്നത്. അപ്പൊ നായകൻ ഇതിനെല്ലാം കാരണം ഏലിയൻസ് ആണ് അല്ലെങ്കിൽ ഈ റെഡ് റെയിൻ കാരണമാണ് ഇങ്ങനെയുള്ള സംഭവിക്കുന്നത് എന്നൊരു തോന്നലുണ്ടാവുകയും അങ്ങനെ കണ്ടുപിടിച്ച് അവരൊരു സ്ഥലത്ത് ചെല്ലുകയും അവരവിടെ അകപ്പെട്ടു പോവുകയും അതിനെ തരണം ചെയ്ത് അവർ പുറത്തിറങ്ങുമ്പോൾ അവരെന്തിനാണോ പേടിച്ചത് അല്ലെങ്കിൽ എന്തിനാണോ അന്വേഷിച്ച് അവർ ചെന്നത് അതിനെ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. നരേൻ, ലിയോണ ലിഷോയ്, അതേപോലെ തന്നെ ടിനി ടോം, ദേവൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായി സിനിമയിൽ വന്നിരിക്കുന്നത്. ഒരു സൈഫൈ മൂവി ആണെങ്കിൽ കൂടിയും അതിന് വേണ്ടിയിട്ടുള്ള CGയോ VFX ഒന്നും ഈ സിനിമയിൽ അധികം ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഇതിലെ നൈറ്റ് ഷോട്ടുകളും ഒക്കെ ഒരു ഹാൻഡ് ഹെൽഡ് ക്യാമറയിൽ എടുത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്ന മാതിരിയാണ് ചെയ്തിട്ടുള്ളത്. അത് പലർക്കും അരോചകമായി തോന്നിയിട്ടുണ്ടായിരിക്കാം. കാരണം കണ്ടിട്ടുള്ളവർ ചിലർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. അവർക്ക് അത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളും പിന്നീട് ആ ഒരു കാലഘട്ടത്തിൽ 2013 ഈ ഒരു സിനിമ പ്ലോട്ട് ഇറങ്ങിയ സമയത്ത് ആർക്കും അതങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രം തിയേറ്ററിൽ വിജയം കാണാതെ പോയൊരു സിനിമയാണ് ഈ റെഡ് റെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ സിനിമ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കാരണം എക്സ്പെരിമെന്റൽ മൂവി എന്നോണം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. കാരണം തിയേറ്ററിൽ ഒരുപാട് വിജയം ആയിട്ടില്ലെങ്കിൽ കൂടിയും സൂര്യക്കാണ് ഇതിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഒക്കെ കിട്ടിയത്. ഇന്നത്തെ സൂര്യ മൂവീസ്, അതായത് അന്നത്തെ കിരൺ TV, അതിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഈ സിനിമ കാണുന്നത്. കാരണം അന്ന് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മുടെ മലയാളത്തിൽ ഇതുപോലൊരു സ്റ്റോറി അല്ലെങ്കിൽ ഇതുപോലൊരു മേക്കിംഗ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചില സമയത്തുള്ള ലൈറ്റിംഗ് ആയാലും അല്ലെങ്കിൽ ഇതിൽ അവസാനം ഒരു ഏലിയന്റെ തന്നെ കാണിക്കുന്നുണ്ട്, രൂപവും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള ഒരു കോമിക് രീതിയിലല്ല, ആക്ച്വലി ഒരു റിയാലിസ്റ്റിക് മോഡൽ അന്നത്തെ ആ ഒരു ബജറ്റ് വെച്ചിട്ട് നല്ല രീതിയിലാണ് സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളത് കണ്ടിട്ടുള്ളവർ എന്തായാലും അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് കമന്റ് ചെയ്യുക. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് കമന്റ് ഇടും. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടില്ല, എന്താണ് എന്റെ അഭിപ്രായം എന്നുള്ളത്. അപ്പോൾ ഇനി മറ്റൊരു സിനിമയുടെ റിവ്യൂമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.